അപ്പോൾ ക്രിസ്മസ് ആവാറായി നമുക്കൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയാലോ. ഇതിന് നമുക്ക് ക്രാഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ മതി. ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ A4 ഷീറ്റ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വഴി തന്നെ വീഡിയോസ് കിട്ടും. ഞാനിപ്പോൾ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് A4 സൈസ് എടുക്കാമെങ്കിലും കുറച്ച് കട്ടി കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് ക്രാഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ ആണ്. ഞാനിപ്പോൾ ആദ്യം ഒരു 25 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്തും വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കുവാണ്. 5 എണ്ണം വേണം. അപ്പോൾ ചാർട്ട് പേപ്പർ ആയതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചുരുണ്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു വെയിറ്റ് എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട് ആ സൈഡിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുക. 25 രൂപയുടെ ചാർട്ട് പേപ്പറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇതിന്. ഇത് വെച്ചിട്ട് നമുക്ക് ഈക്വൽ സ്ക്വയേഴ്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ 25 സെൻറ്റിമീറ്ററാണ് നമ്മൾ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ എടുത്തിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിൽ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 5 സ്ക്വയേഴ്സ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു 4 സ്ക്വയർ ഷീറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പീസസ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് 5th സ്ക്വയറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഞാനുണ്ടാക്കിയ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് 25 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 എടുക്കാം, 21 എടുക്കാം, ആ ഒരു ഇതിലൊക്കെ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ കുറച്ചിട്ട് സൈസ് കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാൻ അത്യാവശ്യം കുറച്ചും കൂടെ വലുതായതുകൊണ്ട് ഒരു 25 എടുത്തത് കൊണ്ട് തന്നെ ബാക്കി ലാസ്റ്റ് 5th സ്ക്വയർ നമുക്ക് കട്ട് ചെയ്ത് പീസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പക്ഷേ കട്ട് ചെയ്തെടുത്താലും നമ്മൾ കറക്റ്റായിട്ട് ഗം വെച്ച് ഒട്ടിച്ച് കറക്റ്റ് ആ ഒരു ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ഉള്ള ആ ഒരു 5th സ്ക്വയർ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ലാസ്റ്റ് സ്റ്റാർ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് അങ്ങനെ ഒരു വൃത്തികേടൊന്നും തോന്നില്ല. കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഇരുന്നു. ഇനി നമുക്ക് ഓരോ സ്ക്വയർ ഷീറ്റും ഇതുപോലെ മടക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാനത് നേർപകുതിയായിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്യുവാണ്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗം നിവർത്തി വെച്ചിട്ട് അതിൻ്റെ നേരെ സെൻറ്ററിലേക്കുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഒരു ഭാഗം ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പിനേക്കാളും കുറച്ചും കൂടെ വലിയ ഷേപ്പിലുള്ള കുറച്ചും കൂടെ വലിയ സൈസിലുള്ള സ്റ്റാർ ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ തന്നെ 2 ചാർട്ട് പേപ്പർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ സ്ക്വയറിൻ്റെ നേരെ സെൻറ്ററിലേക്ക് ആദ്യം ഫോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഇതുപോലെ ചെരിച്ച് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സൈഡ് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനല്ല, അടുത്ത സൈഡ് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു സെൻറ്റിമീറ്റർ കുറച്ച് കയറ്റിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യണം. കാരണം ആദ്യത്തെ ഫോൾഡ് ചെയ്ത ഭാഗം രണ്ടാമത്തെ ഭാഗത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഗമ്മിട്ട് അവിടെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ഭാഗം ആ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സെൻറ്റിമീറ്റർ കൂടുതൽ എടുത്തിട്ട് ആ ഭാഗം മാത്രം വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, നമുക്ക് തെറ്റിപ്പോകാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് അവിടെ മാത്രം ഗം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ആട്ടോ ബാക്കിയുള്ള എല്ലാ ലീഫും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും താഴത്തെ ഒരു ഭാഗം കണ്ടോ, അവിടെ ഒരു 5 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. ആ ഭാഗത്തു നിന്ന് 2 എൻഡിലേക്കും സ്റ്റാറിൻ്റെ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ 2 എൻഡിലേക്കും ചെറിയൊരു വര വരച്ചു കൊടുക്കുക. നമുക്ക് ജസ്റ്റ് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കിംഗ് ആണത്. അപ്പോൾ ആ ഒരു വര വരച്ചു കൊടുത്ത ആ ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ആ ഒരു ഭാഗത്ത് 5 സെൻറ്റിമീറ്റർ ആട്ടോ എടുത്തിരുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2 സൈഡും കട്ട് ചെയ്യണം കേട്ടോ. 2 പോർഷനും അതിൻ്റെ അടിയിലത്തെ ആ മടക്കിയ ഭാഗവും ചേർത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു 1 സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്യാം. ആ ഒരു ഭാഗം അതിൻ്റെ 2 സൈഡും, അതായത് ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം. 2 സൈഡും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ആ ലീഫിൻ്റെ കോർണറിലും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ആ ട്രയാങ്കിൾ ഷേപ്പും കട്ട് ചെയ്തെടുക്കണം. അതുപോലെ താഴത്തുള്ള ആ ഭാഗവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാനിപ്പോൾ വരച്ച പോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ആദ്യം മാർക്ക് ചെയ്ത ആ 3 ഭാഗവും വേണം ആദ്യം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളത് സെൻറ്റർ മാർക്ക് ചെയ്തായിരുന്നു, അത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക.
ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലുതായി പോകണ്ട അത്. പിന്നെ അതുപോലെ ഈ 2 സൈഡിലും നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ ആ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കോർണർ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ കോർണറിൽ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ അത്രയും വിഡ്ത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ ആ കോർണറിൽ കട്ട് ചെയ്ത ഭാഗം വരയ്ക്കും നമ്മൾ ആദ്യം ഒരു ചെറുതായിട്ട് വരച്ച് കൊടുത്തിട്ടായിരുന്നു. വേണമെങ്കിൽ ആ വര ഒന്നും കൂടെ വരച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറിൻ്റെ ലീഫ് ചെയ്യുമ്പോൾ സ്റ്റാറിൻ്റെ ലീഫിൻ്റെ 2 സൈഡും ഉണ്ടല്ലേ, 2 ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഒരു ഭാഗം മാത്രം ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം മാത്രം തിരിച്ച് ഫോൾഡ് ചെയ്യുവാണ് ഞാനിപ്പോൾ. അപ്പോൾ മേളിൽ ആദ്യം മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി താഴത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നൊന്നും ചെയ്യേണ്ട. നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ ഇത്രയും ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന അത്രയെങ്കിലും വീതി വേണം മിനിമം. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് മടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ലീഫിൻ്റെ താഴത്തെ ആ ഭാഗം നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. മേലത്തെ ഭാഗം മാത്രമേ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലത്തെ 5 ലീഫ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ സെയിം മെത്തേഡിൽ തന്നെ 5 ലീഫ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാറിൻ്റെ ഓരോ ലീഫും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒട്ടിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാരണം ആ ജോയിൻറ്റ് നമ്മൾ ആദ്യം സെൻറ്ററിൽ ഒട്ടിച്ചതും പിന്നെ അല്ലാണ്ട് സൈഡിൽ ഒട്ടിച്ച ആ ഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ 5 എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. മെഷർമെൻറ്റും കറക്റ്റ് ആണെന്ന് നോക്കണം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 5th ലീഫ് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കറക്റ്റ് രീതിയിൽ അത് കട്ട് ചെയ്ത് 5th ലീഫ് നന്നായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചാർട്ടും കൂടെ വാങ്ങിച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ ആ ഒരു 5th സ്ക്വയർ കട്ട് ചെയ്തെടുക്കാം. മാത്രമല്ല 2 ചാർട്ട് പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ സൈസിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്ക്വയർ ഉണ്ടാക്കി എടുത്തിട്ട് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടെ സൈസ് വലുതായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോ ലീഫിലും പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിനകത്താണ് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് ഓരോ ലീഫും അടുത്തടുത്ത് വെച്ചിട്ട് ഒരു ലീഫിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗവും അടുത്ത ലീഫിൻ്റെ ഫോൾഡ് ചെയ്യാത്ത ഭാഗവും തമ്മിൽ ചേർത്തിട്ട് വേണം അകത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഈ എല്ലാ ലീഫും ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കറക്റ്റായിട്ട് സമയം എടുത്ത് തന്നെ ഒട്ടിക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചെയ്തൊക്കെ വെറുതെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പ്രോപ്പറായിട്ട് ഒട്ടിയില്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് സ്റ്റാറിന് കിട്ടില്ല. ഇനി അത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പഞ്ചിങ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർ ബൾബിലിടുമ്പോഴേക്കും സാധാരണ നോർമലായിട്ട് കുറേ ഹോൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാവുമല്ലോ നന്നായിട്ട് ലൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ അത് ഇല്ലെന്നുണ്ടെങ്കിൽ ആണി ഉപയോഗിച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കുന്ന ഒരു ഡിസൈനും കൂടെ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമുക്ക് ഇതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഹോൾസ് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രം വേണമെങ്കിൽ ഹോൾസ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഹോൾ ഇടാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നൂലിട്ട് കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ 2 എൻഡിലുള്ള ലീഫിൽ മാത്രമാണ് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തേക്കുന്നത്, അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഫുൾ ഒട്ടിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് സൈഡിലൊക്കെ ഹോളിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ലീഫ് ഒട്ടിക്കുന്നതിന് മുമ്പാണെങ്കിലും ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. ഞാനിപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഹോളിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഒട്ടി കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് ഹോളിടുമ്പോൾ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും ലീഫ് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഹോളിട്ട് കൊടുത്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ കോൺ ഷേപ്പിലൊക്കെ ഹോളിട്ട് കൊടുക്കാം. അതും ഒരു ഡിസൈനായിട്ട് ഇരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നൂലിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ലീഫെല്ലാം ഒന്ന് വിടർത്തിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ അറ്റ് ലാസ്റ്റ് എൻഡിൽ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ കടുങ്കട്ടൊന്നും ഇട്ട് വെക്കരുത്. കാരണം ബൾബ് ഓൾറെഡി ഇടേണ്ടതാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ചെറുതായിട്ട് പെട്ടെന്ന് അഴിക്കാമെന്ന രീതിയിൽ കൂട്ടി കെട്ടിയാൽ മതി. അതുപോലെ എല്ലാ മെഷർമെൻറ്റും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാ സൈഡും നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സ്റ്റാർ റെഡിയായി കഴിഞ്ഞപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ സ്റ്റാർ വാങ്ങിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാർ ഇങ്ങനെ ലൈറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.